മനുഷ്യബന്ധങ്ങളുടെ കഥ പറഞ്ഞ്, സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞ് ഒരു ദേശത്തെ കയ്യിലെടുക്കുന്ന രാഹുൽ വിരുദ്. ഇന്ന് വയനാട്ടിൽ കണ്ടത് വ്യത്യസ്തനായ രാഹുൽ ഗാന്ധിയെയാണ്. രാഷ്ട്രീയം പറയാതെ പറഞ്ഞ് വികസനവും കരുതലും സ്നേഹവും ബന്ധങ്ങളുമൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ച രാഹുൽ ശൈലി. ഇതൊരു തീപ്പൊരി പ്രസംഗമായിരുന്നില്ല, എങ്കിലും ഒരുപാട് ജനങ്ങളെ ഹൃദയത്തോടടുപ്പിക്കുന്ന രാഹുലിൻ്റെ ഒരു സ്നേഹപ്രസംഗം തന്നെയായിരുന്നു ഇന്ന് വയനാട്ടിൽ നടന്നത്. ഒരു ദേശത്തെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച്, സൗത്ത് ഇന്ത്യയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വാചാലനായപ്പോൾ ഒരു സമൂഹം ഒന്നടങ്കം കൈയടിച്ചു. മോദി എന്ന കരുത്തനായ നേതാവിനെ രാഹുൽ ഗാന്ധി എത്തരത്തിൽ നേരിടും എന്നായിരുന്നു ജനാധിപത്യ ഇന്ത്യ ഉറ്റുനോക്കിയത്. കൊടുക്കേണ്ടിടത്ത് കൊടുത്തും തിരിച്ചടിക്കേണ്ടിടത്ത് തിരിച്ചടിച്ചും മുന്നേറുന്ന രാഹുൽ ഗാന്ധിയെ പലയിടത്തും നമ്മൾ കണ്ടു. എന്നാൽ സ്ഥാനാർത്ഥി കുപ്പായമിട്ട് വയനാട്ടിലെത്തിയപ്പോൾ രാഹുൽ ഏറെ വ്യത്യസ്തനായി. തന്നെ സഹോദരനായും മകനായും സുഹൃത്തായും കണക്കാക്കണമെന്ന് സദസ്യരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുന്ന രാഹുൽ. വേറിട്ട അനുഭവമായിരുന്നു രാഹുലിൻ്റെ ഇന്നത്തെ വയനാട് പ്രസംഗം. വ്യത്യസ്ത ഭാഷയും സംസ്കാരവും വിചാരവും ശൈലിയുമുള്ള ഒരു സമൂഹത്തെ എങ്ങനെ താൻ നോക്കിക്കാണുന്നു? വയനാട് എന്തുകൊണ്ട് ശ്രേഷ്ഠമാകുന്നു? സ്നേഹപൂർവം സമചിത്തതയോടെ സമഭാവനയോടെ ഒരു ദേശം എങ്ങനെ ഒരുമിച്ച് കഴിയുന്നു? ഒരുപാട് ചിന്തകൾക്ക് സ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങൾ കൊടുത്ത് രാഹുൽ പറഞ്ഞു, വയനാട് എൻ്റെ സ്വപ്നദേശമാണ്. ലോകത്തോട് ഞാൻ പറയും, ഇന്ത്യയിൽ വയനാട് എന്നൊരു ദേശമുണ്ടെന്ന്. അവിടെ ജനങ്ങൾ സൗഹാർദ്ദപരമായി ജീവിക്കുന്നു. അവർക്ക് ഭാഷയോ മതമോ പ്രശ്നമല്ല. സ്നേഹത്തിൻ്റെ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അവരവിടെ ഒരുമിച്ച് കഴിയുന്നത് സൗഹാർദ്ദത്തിൻ്റെ ശൈലിയിലാണ്. ഇന്ത്യക്ക് മാതൃകയാക്കേണ്ടത് തന്നെ വയനാട്. ഹൃദയത്തിൽ തൊട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കയ്യടികളോടെയാണ് സ്ത്രീകളും കുട്ടികളുമടക്കം ഏറ്റെടുത്തത്. വ്യത്യസ്തമായ ഭാഷകൾ നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണമെന്നറിയാം, മനുഷ്യരെ എങ്ങനെ ബഹുമാനിക്കണമെന്നറിയാം. ഏറെ ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ് നിങ്ങൾ വയനാട്ടുകാർ. നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ രാഹുലിൻ്റെ വാക്കുകൾ കയ്യടികളേറെ ഏറ്റുവാങ്ങി. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുകയല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നങ്ങൾ മാൻ കി ബാത്ത് ഭാഷയിലൂടെ നിങ്ങളോട് വെളിപ്പെടുത്തുകയല്ല. പകരം നിങ്ങളെ അറിയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ യാത്ര ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ ദേശത്തെ അറിയാനാണ്, ഈ നാട്ടിലെ പ്രശ്നങ്ങൾ അറിയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. വികസനവും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. ഇവയൊക്കെ എനിക്ക് മനസ്സിലാക്കണം. അവയ്ക്കെനിക്ക് പരിഹാരമുണ്ടാക്കണം. പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി ജനഹൃദയങ്ങളിലേക്ക് കൂടിച്ചെല്ലുകയായിരുന്നു. വയനാടിനെക്കുറിച്ചറിയാൻ, വയനാട്ടിലെ ജനങ്ങളെക്കുറിച്ചറിയാൻ എനിക്ക് പുസ്തകങ്ങൾ വായിക്കേണ്ട, ചരിത്രാന്വേഷണം നടത്തേണ്ടതില്ല. എനിക്ക് നിങ്ങളോട് സംവദിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ യാത്ര ചെയ്താൽ മതി. രാഹുൽ ഗാന്ധിയുടെ ഹൃദയത്തിൽ തൊട്ടുള്ള ഭാഷ ജനങ്ങൾക്കേറെ സ്വീകാര്യമായി തീർന്നു. നിങ്ങളുടെ ആത്മാവിനുള്ളിൽ, ഹൃദയത്തിനുള്ളിൽ എന്തുണ്ടെന്ന് എനിക്കറിയണം. ഒരു സഹോദരൻ്റെ ഭാഷയിൽ, ഒരു മകൻ്റെ ഭാഷയിൽ, ഒരു സുഹൃത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ശബ്ദമായിരുന്നു നമ്മളവിടെ മുഴങ്ങിക്കേട്ടത്. പ്രവൃത്തി കൊണ്ട് എനിക്ക് നിങ്ങളുടെ മകനാകണം എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിലെ അമ്മമാരുടെ കയ്യടി നേടിയപ്പോൾ കേരളം ആനന്ദിച്ചു. സ്ഥാനാർത്ഥിത്വത്തോടെ കേരളത്തിലേക്ക് വന്ന രാഹുൽ ഗാന്ധി തൻ്റെ വ്യത്യസ്ത ശൈലിയിലുള്ള ഇന്നത്തെ വയനാടൻ പ്രസംഗം കൊണ്ട് കേരളത്തെ ഒന്നാകെ കയ്യിലെടുക്കുന്ന ജാല കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാഹുൽ, നിങ്ങൾ വ്യത്യസ്തനാണ്. കരുത്തനായ മോദിയോട് വിനയത്തോടെ നിങ്ങൾ പോരാടുന്ന കാഴ്ചയാണ് ഇന്ന് വയനാട് കണ്ടത്. കഴിഞ്ഞ 2 ദിവസത്തെ രാഹുലിൻ്റെ തകർപ്പൻ പ്രകടനം UDFന് തെല്ലൊന്നുമല്ല ഊർജം പകരുന്നത്. വയനാടിനെ തൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിച്ച് വയനാട്ടുകാരുടെ ഹൃദയത്തിലേക്ക് ഓടിച്ചെന്ന് രാഹുൽ ഗാന്ധി ദില്ലിയിലേക്ക് മടങ്ങുമ്പോൾ കേരളം പറയും, ഇവൻ മിടുക്കനാണ്. യുവത്വം തുളുമ്പുന്ന മുഖത്തോടെ രാഹുൽ കേരളത്തിലേക്ക് വന്നത് വെറുതെയാകില്ല എന്ന് സാരം. അതെ, അരുമയായി തന്നെ രാഹുൽ മടങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.